കുട്ടികൾക്ക് നേരെ വടിയെടുത്താലേ കാര്യങ്ങൾ ശരിയാകൂ എന്ന് ഒരു വിഭാഗം അധ്യാപകർ കരുതുന്നു. അത് ശരിയല്ലെന്നും തിരുത്തണമെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ. KT ജലീൽ വിഷയത്തിൽ കേസെടുത്തത് സ്വാഭാവികമാണെന്നും അദ്ദേഹം കാസർഗോട്ട് പറഞ്ഞു. വിവാദമാണ് ജലീലിന്റെ കുട്ടികളെ പരിഗണിച്ചത്. ബാലാവകാശ കമ്മീഷൻ സ്വാഭാവികമായിട്ട് കേസെടുത്തിട്ടുണ്ട്. എന്താണ് അത് കമ്മീഷന്റെ സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ്. ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ എന്താണ് വിശദീകരണമെന്നും അതിന്റെ കൺസേൺഡ് ഓഫീസർ, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അത് കമ്മീഷന്റെ സ്വാഭാവികമായ നടപടിക്രമങ്ങളാണ്. എവിടെയെങ്കിലും ഒരു ഇഷ്യൂസ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമാക്കി തുടർ നടപടികൾ സ്വീകരിക്കണമോ വേണ്ടിയോ എന്ന് പിന്നീട് തീരുമാനിക്കുമല്ലോ. അത് ഈ മാധ്യമ വാർത്തകൾ വിവാദമായ തുടർന്നുള്ള സ്വാഭാവിക നടപടി അല്ല, വിവാദം എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കമ്മീഷന്റെ ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. ഏത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടാലും ഞങ്ങൾ അപ്പോൾ തന്നെ ആ കാര്യത്തിൽ ഇടപെട്ടൊരു വിശദീകരണം ചോദിക്കുന്നുണ്ട്. ആ വിശദീകരണം റിപ്പോർട്ടായിട്ട് കമ്മീഷൻ സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് തുടർ നടപടികൾ എടുക്കാം. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പ്രീ ഡിഗ്രി കാലത്ത് പഠിക്കുമ്പോൾ കോളേജുകളിലും ഒക്കെ സംഘർഷങ്ങൾ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ പറയുന്നത് കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ ക്ലാസ്സിൽ തിങ്ങിയിരിക്കുമ്പോഴുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ കുട്ടികൾക്ക് ഉണ്ടാവും. അത് കുറക്കാനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. ഏതൊക്കെ തരത്തിൽ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ, അവരുടെ സ്ട്രെസ്, ഇതൊക്കെ കുറക്കാൻ ആവശ്യമായ നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്. ഞങ്ങളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പ്രത്യേകിച്ച് അഡോളസന്റ് ഏജിലുള്ള കുട്ടികൾ അവരുടെ എന്തൊക്കെയാണ് അവരുടെ മാനസികമായിട്ടുള്ള വ്യാപാരങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണത്. നമ്മളത് കുട്ടികൾ തമ്മിലുള്ളൊരു വെറും ഒരു സംഘർഷമായിട്ട് അതിനെ ചുരുക്കിക്കാണേണ്ടത്. കാരണം അഡോളസന്റ് ഏജിൽ കുട്ടികൾക്കുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്തേ മതിയാവും. അങ്ങനെ വരുമ്പോഴാണ് കുറച്ചുകൂടെ അവരുടെ ഈ കാര്യങ്ങളിൽ കൃത്യമായ ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കി മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾ കരുതുന്നു. എന്തെങ്കിലും മാനദണ്ഡങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ തീർച്ചയായും ഞങ്ങൾ പലപ്പോഴും കൊടുത്ത നിർദ്ദേശങ്ങൾ തന്നെയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുൻപ് തയ്യാറാക്കിയ ഒരു പ്രോജക്റ്റ് ഉണ്ട് ഇത്തരം സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി. ഇപ്പൊ നമ്മൾ താമരശ്ശേരി ആ വിഷയത്തിലടക്കം ഞങ്ങൾ സ്കൂളുകൾ അധ്യാപകർക്ക് കൊടുത്ത ട്രെയിനിങ്ങിലടക്കം കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത്. അതിന് ഇപ്പോഴും തുടങ്ങിയത് കൊണ്ട് കാര്യമില്ല. +2 എത്തിയ ഒരു കുട്ടിയെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ എത്രത്തോളം പ്രയാസമുണ്ട്. അതേസമയം നമ്മൾ പറയുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങൾ വളരെ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാനും അത് പരിഹരിക്കാനുമുള്ള സംവിധാനങ്ങൾ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതിപ്പോ പിന്നീട് വന്ന ഒരു വീഡിയോ എനിക്കൊരാൾ അയച്ചു തന്നിട്ടുണ്ട്. അതിൽ കുട്ടികൾക്ക് പ്രയാസമില്ലെന്നാണ് കുട്ടികൾ പറയുന്നത്. കുട്ടികൾക്ക് പ്രയാസമില്ലെങ്കിൽ ആർക്കും പ്രശ്നമില്ലല്ലോ. കുട്ടികൾ സന്തോഷകരമായ ഒരു അവസ്ഥയിൽ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ഗുണപരമാവുന്ന രീതിയിലാണ് എങ്കിൽ നമുക്ക് സന്തോഷമല്ലേ. ഈ കണ്ണൂരെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അതിപ്പോ ഇന്ന് ഞാനും കമ്മീഷന്റെ അംഗങ്ങളും അടക്കം ഇന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് കുട്ടിയുടെ വീട്. അത് കമ്മീഷൻ അതിനകത്ത് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികൾ എന്തായാലും കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത് നമുക്ക് കിട്ടിയ വാർത്തകൾ അനുസരിച്ച് അതൊരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അനസ്തേഷ്യ കൊടുക്കണമോ വേണ്ടിയോ എന്നുള്ളത് ആ ഒരു സംശയമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് റിപ്പോർട്ട് കിട്ടിയാലല്ലേ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയും. നേരത്തെ സംസാരിച്ച ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് അത് നിയമം കർശനമാണ്, പക്ഷെ ഒരു തരത്തിലും അത് പ്രായോഗികമാവുന്നില്ല. അങ്ങനെ കമ്മീഷൻ ഉൾപ്പെടെ തോന്നിയിട്ടുണ്ട്. പ്രായോഗികമാവാത്തത് കൊണ്ടല്ല, പ്രായോഗികമാക്കുന്നതിന് തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമല്ലോ. ഈ ഇഷ്യൂസ് നമ്മുടെ എല്ലാ മേഖലയിലും കുറച്ച് കുട്ടികളെങ്കിലും പല രീതിയിലുള്ള ഹൈപ്പർ ആക്റ്റീവായ കുട്ടികളൊക്കെ ഉണ്ടാവും. അത്തരം കുട്ടികളെ കണ്ടെത്തി അവരുടെ ആക്ടിവിറ്റീസ് മറ്റൊരു തലത്തിലേക്ക് മാറ്റിയാലല്ലേ ആ കുട്ടികൾ ഇത്തരം സംഘർഷങ്ങളിൽ നിന്ന് മാറി നിൽക്കും. സ്വാഭാവികമായിട്ടുള്ളൊരു വളരെ പേഷ്യന്റോടുകൂടി നമ്മൾ പെരുമാറുന്ന കുട്ടികൾ അങ്ങനെ പെരുമാറാറില്ലല്ലോ. കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ആ ഹൈപ്പർ ആക്ടിവിറ്റി കണ്ടെത്തി ആ കുട്ടിയെ ശരിയായ ദിശയിലേക്ക് നയിക്കണം. അത് വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങേണ്ട ഒരു പ്രക്രിയയും കൂടിയാണ്. കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങി
അത് പിന്നെ സമൂഹത്തിലേക്ക് കുട്ടി ഇറങ്ങുമ്പോഴത്തേക്ക് കുട്ടി സമൂഹത്തോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ച് കുട്ടിക്ക് നല്ല ബോധ്യമുണ്ടാവാൻ അത് കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്.